ഞാൻ കാണുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പവർഫുള്ളായ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വരുതിയിലാക്കുവാനായിട്ട് EDയെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന നമ്മൾ വളരെയധികം ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും എത്രയോ സ്ഥലങ്ങളിൽ ഇത് നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടോ? 10,000-5,000-ഓളം സ്ഥലങ്ങളിലാണ്. പക്ഷേ നമ്മളിത് കാണുന്നത് കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമാണ്. പിന്നെ നമുക്കത് അത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള LDFനുള്ള കരുത്തുണ്ട്. കറക്റ്റ്. തന്നെ SFI അല്ല ഓക്കെ. ഞാൻ പറഞ്ഞത് അതാണല്ലോ, നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ഉടനീളം കണ്ടിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള പവർഫുള്ളുള്ള നേതാക്കന്മാരെ വാടകയ്ക്കുവാൻ വേണ്ടി EDയെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത്രയും നാളും പറഞ്ഞത് എന്തായിരുന്നു? BJP ആയിട്ട് ഡീലാണ് നമ്പർ 1 എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എന്നാ പറയാനുള്ളത്? ഒന്നുമില്ലല്ലോ. അത് നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. അല്ല, ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ട്. 10 വർഷമായല്ലോ ഇതിൻ്റെ പുറമെ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുതിര കയറിക്കൊണ്ടിരിക്കുന്നു. വരട്ടെ. ഈ മുഖ്യമന്ത്രി സ്ഥാനം പോയതിന് തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ വന്നതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഗൂഢാലോചനകളോ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ എല്ലാം കാണും. കൃത്യമായി അദ്ദേഹത്തിന് മറുപടി പറഞ്ഞല്ലോ. അതിനകത്ത് ഒന്നും ഒളിച്ചു വെക്കാനല്ല, ഏത് അന്വേഷണം നേരിടട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്ത് വേണേലും ആയിക്കോട്ടെ, കൃത്യമായിട്ട് കണക്കനുസരിച്ച് എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് എല്ലാം കൃത്യമായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ജനറലായിട്ട് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് കേരള സംസ്ഥാനത്ത്. പാലായിലോ അല്ലെങ്കിൽ കടുത്തുരുത്തിയിലോ അല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളതല്ല. ജനറലായിട്ട് ഒരു വ്യൂ ആണ് അതാണ് അവിടെ ചർച്ചയിൽ വന്നത്. അത് കേരള കോൺഗ്രസ് ചെയർമാൻ പറഞ്ഞെന്നുള്ളതല്ല, അവിടെ ചർച്ചയിൽ വന്നത്. അത് വ്യക്തമല്ലേ പല സ്ഥലങ്ങളിലും മലബാർ മേഖലയിൽ അതിനെപ്പറ്റി സംസാരിച്ചെന്നേ ഉള്ളൂ. ആയിരിക്കാം, അത് അവരുടെ അന്വേഷണം അതായിരിക്കാം. പക്ഷെ ഞങ്ങൾ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗം ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അതൊരു ഒരു ഹെൽത്തി ക്രിറ്റിസിസമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഹെൽത്തി ക്രിറ്റിസിസമായി എടുക്കട്ടെ, എന്നിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ മറ്റൊരു കാര്യമുള്ളത് നമുക്കറിയാം, മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള ഇതുണ്ട്. ഈ മുനമ്പുമായുള്ള വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട മുനമ്പത്ത് ഏറ്റവും ആദ്യമേ കേരള സംസ്ഥാനത്ത് നിന്ന് ഒരു ലീഡർഷിപ്പിലുള്ള പൊളിറ്റിക്കൽ ലീഡർ പോയത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നാണ്. ഞാൻ തന്നെ നേരിട്ട് പോവുകയും അവിടെ വികാരി അച്ഛനുമായിട്ട്, തൈലച്ഛനുമായിട്ട്, അതുപോലെ നാഷണൽ കൗൺസിലുമായിട്ട് ഉള്ളവരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. ഏറ്റവും ആദ്യമേ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ പോയിട്ടുണ്ട്. അത് നിരന്തരമായ ചർച്ചകൾ നടത്തി. മാത്രമല്ല അദ്ദേഹം വൈദികനും അതോടൊപ്പം തന്നെ നാഷണൽ കൗൺസിലും ഈ വീട്ടിൽ ഇവിടെ വന്ന് ചർച്ച നടത്തിയത് എങ്ങനെയെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്ത് കൊണ്ടുപോകണം. എത്രയോ നൂറുകണക്കിനുള്ള ആളുകൾ അവർ പണം കൊടുത്ത് ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കയ്യിലില്ല എന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുമായി പലപ്പോഴും ഞാൻ നേരിട്ട് തന്നെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് വഖഫിൻ്റെ സ്വത്തുക്കളുടെ രജിസ്ട്രി പോർട്ടൽ അത് ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ വളരെ വളരെ വേദനാജനകമാണ്. കാരണം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ടാക്സ് അവരടച്ചിട്ടില്ല, അവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവകാശം പൊസഷൻ ഇല്ല, പോക്കുവരവ് നടത്തിയിട്ടില്ല. ഈ 3 കാരണങ്ങളാൽ തന്നെ ഒരു കാരണവശാലും ഇത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മതസൗഹാർദ്ദം ടുവേഴ്സ് എൻഡ് ഗവൺമെൻറ്റൊക്കെ മാറുന്ന ഘട്ടത്തിൽ മതസൗഹാർദ്ദം തകർക്കുവാനുള്ള ചിലരുടെ ഉദ്ദേശം തന്നെയായിരിക്കാം. ഒരു കാര്യമുള്ളത് നമുക്കറിയാം, ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരെ പ്രതിപക്ഷ നേതാവെന്നൊക്കെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ സെറ്റിൽ ചെയ്യാനുള്ള ആർജവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബോർഡ് തന്നെ പിരിച്ചുവിടട്ടെ, ഇത് പിൻവലിപ്പിക്കണം. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. എന്താകട്ടെ, അവിടെയുള്ള ഒരാളെ, ഒരു കുടുംബത്തിനെ പോലും ഒഴിവാക്കാൻ പാടില്ല. അത് ഏത് തരത്തിലുള്ള തീരുമാനമായാലും അതിന് കേരള കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ആരുടെ കൂടെയാണ് ഹൈക്കോടതി പറഞ്ഞല്ലോ, ട്രൈബ്യൂണലുണ്ട്, പക്ഷെ ഹൈക്കോടതി ഇല്ല എന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ ടാക്സ് അടച്ചിട്ടുണ്ടോ? പോക്കുവരവ് നടത്തിയിട്ടുണ്ടോ? അവിടെ ഈ പറഞ്ഞ നമ്മുടെ നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഒന്നുമില്ല.
പിന്നെ എങ്ങനെയാണ് ഇതാകുന്നത്? അപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആ പാവപ്പെട്ട കുടുംബങ്ങളെ ഒരാളെ പോലും ഇറക്കിവിടാൻ സമ്മതിക്കരുത്, സമ്മതിപ്പിക്കില്ല. അതിൻ്റെ ഒരു നിയമ ഭേദഗതിയോ എന്താണോ നടത്തേണ്ടത് നടത്തിക്കോട്ടെ. കേരള കോൺഗ്രസിന് പിന്തുണയുണ്ട് തീർച്ചയായിട്ടും. പിരിച്ചുവിടണമെന്ന് തന്നെയാണോ? അല്ല, ഇതിപ്പോൾ അത് വളരെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ജസ്റ്റ് ബ്രിമ്മിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശത്തിലാണ്? അവർ ഈ കോളേജ് തന്നെ പറയുന്നു വക്കഫല്ല എന്ന് പറയുന്നു.